വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ നാടകങ്ങൾ കോൺഗ്രസ് കളിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇത് കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ജൻസിയെ തെരുവിലിറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കാത്തൊരു സാഹചര്യമാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. അപ്പോൾ ഈ ബീഹാറിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന പശ്ചാത്തലത്തിൽ ബീഹാറിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് കോൺഗ്രസ്. ബീഹാറിലാണെങ്കിൽ RJD വോട്ട് ചോരി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം തൊട്ടിട്ടില്ല, അഥവാ ചർച്ച പോയിട്ട് അതൊന്ന് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിരന്തരം ഈ വോട്ട് ചോരി പൊളിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ബീഹാറിൽ വലിയൊരു സംഭവം ഉണ്ടായി. അതായത് ഈ ബീഹാറിൽ എവിടെയെങ്കിലും കള്ളവോട്ട് നടക്കുന്നുണ്ട്. ബീഹാർ എന്ന് പറഞ്ഞാൽ കള്ളവോട്ടുകളുടെ കേന്ദ്രമാണ്, അത് വേറെ കാര്യം. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ലല്ലു പ്രസാദ് യാദവ് അടക്കമുള്ള ആൾക്കാരാണ്, അവരുടെ പാർട്ടിയാണ് ഈ RJD എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഈ സംഭവം, അതായത് ഈ RJD കഴിഞ്ഞ ദിവസം RJD കാൻഡിഡേറ്റ്സ് ആൻഡ് വർക്കേഴ്സ് പ്രൊട്ടസ്റ്റഡ് ആഫ്റ്റർ ട്രക്സ് ക്യാരിയിങ് അലിഗേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് EVMs എൻ്റേർഡ് എ കൗണ്ടിംഗ് സെൻറ്റർ. അതായത് ഡ്യൂപ്ലിക്കേറ്റ് EVM ഒരു കൗണ്ടിംഗ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ആരോപണം കഴിഞ്ഞ ദിവസം ഉയർന്നു വരുന്നു. ഈ ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ ഈ RJDയുടെ നേതാക്കൾ അവിടെ പറന്നെത്തിയ ശേഷം അത് കൊണ്ടുവന്ന വണ്ടി അത് വന്നപ്പോൾ തന്നെ ഇവരെല്ലാം തടഞ്ഞു വയ്ക്കുന്നു. അതിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഒന്നും പറയുന്നില്ല, വലിയൊരു ഷോ ഓഫ് അവിടെ കാണിക്കുന്നു. അങ്ങനെ കാണിച്ചു കഴിഞ്ഞ ശേഷം യഥാർത്ഥത്തിൽ ആ വണ്ടി തുറക്കാൻ പറയുന്നു. അങ്ങനെ സെക്യൂരിറ്റി ആ വണ്ടി തുറന്ന് ആ ബോക്സ് തുറന്നപ്പോഴാണ് ഇവർ ഞെട്ടിപ്പോയത്. യഥാർത്ഥത്തിൽ ആ ബോക്സ് എംറ്റി ആയിരുന്നു. ഇത് 1000 വട്ടം പറഞ്ഞതാണ് ഈ ബോക്സ് എംറ്റി ആണെന്ന്. പക്ഷേ ഇവിടെ അവർ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് EVM ആണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ബഹളം വയ്ക്കുകയായിരുന്നു. ഈ ബോക്സ് തുറന്നപ്പോൾ സത്യത്തിൽ ഇവരെല്ലാം ലഭ്യരായി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു വിഷയം വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വിഷയം അവിടെ നടക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യും. കേരളത്തിലെ മാധ്യമങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് EVM കൊണ്ടുവന്നു എന്ന് വരെ റിപ്പോർട്ട് ചെയ്യും. പക്ഷേ അത് തുറക്കുന്നത് ഇവർ റിപ്പോർട്ട് ചെയ്യില്ല. അത് തുറന്നപ്പോൾ അതിനകം കാലിയായിരുന്നു എന്ന് മാത്രം കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം മൊത്തത്തിൽ ഇവർ ലഭ്യരായി പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.